ഇപ്പോൾ സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് വിജിൻ വായാന്തോട് ചേരുകയാണ്. വിജിൻ, ആളുകളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സെൻട്രൽ സ്റ്റേഡിയം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പാസ് കിട്ടിയിട്ടില്ല, അകത്ത് കയറാൻ പറ്റുന്നില്ല എന്ന പരാതികളൊക്കെ നേരത്തെ നമ്മൾ കണ്ടു. ഇപ്പോഴും സ്റ്റേഡിയത്തിന് പുറത്ത് പ്രവർത്തകരുടെ, ജനങ്ങളുടെ വലിയ ഒഴുക്കാണോ കാണാൻ കഴിയുന്നത്? ഈ ഒഴുക്കെന്ന് പറഞ്ഞാൽ ഏകദേശം അകത്തിപ്പോൾ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അതിന് അപ്പുറമുള്ള ആളുകൾ ഇവിടെ എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ക്യൂവിൽ ആളുകളുണ്ട്. 3 ഗേറ്റുകൾ വഴിയാണ് ഈ പാസ് ഉള്ളവരെയൊക്കെ കയറ്റിവിടുന്നത്. പക്ഷേ ഏകദേശം നേരത്തെ 7-7:30 തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തലൊരുക്കിയ ഭാഗങ്ങളെല്ലാം നിറഞ്ഞു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇപ്പോൾ പുറത്തേക്ക് ഗാലറിയിലൊക്കെ ഇരിക്കാനായുള്ള ആളുകളെയാണ് കടത്തിവിടുന്നത്. ചില ഇടങ്ങളിൽ പോലീസ് ബാരിക്കേഡ് തീർത്തത് അത് മറികടന്നൊക്കെയാണ് പ്രവർത്തകർ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ആ ആവേശത്തിൽ തന്നെയാണ് എല്ലാം ഉള്ളത്. പിറവിയാണ് കേരളത്തിന്. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഒരു പുതിയ പ്രദീപമാണ്. ഇത് കണ്ടില്ലേ, ജനസാഗരമാണ് ഒഴുകി വരുന്നത്. നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ്. പിന്നെ തീർച്ചയായും വീഡിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലം തരും. ഞങ്ങളുടെ നേതാവിനെ കാണുക, അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞാൻ CH മുഹമ്മദ് കോയന്റെ PA ആയിരുന്നു. മലപ്പുറത്തുകാരനാണ്. ഗുലാം മുഹമ്മദ് പേര്. 80 വയസ്സായി. 80 വയസ്സായിട്ടും ആവേശമാണ് ഇപ്പോഴും. ആവേശം 10 വർഷത്തിന് ശേഷം അധികാരം കിട്ടുന്നു. അതിന്റെ സത്യപ്രതിജ്ഞ കാണാനായി എത്തിയതാണ്. ഞാൻ എത്തിക്കഴിഞ്ഞു. ഞാൻ എവിടെ പച്ച പതാക ഉയർത്തുണ്ടോ അവിടെ ഗുലാം മുഹമ്മദ് ഉണ്ടോ. ചെന്നൈയിലെ പരിപാടിക്ക് ഞാൻ ഉണ്ടായിരുന്നു. എനിക്ക് പുതിയൊരു വളരെ ഞാനൊരു പ്രവാസിയാണ്. പ്രവാസികളെ വളരെ പ്രതീക്ഷയോടെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റിന്റെ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ 10 വർഷം പ്രവാസികൾക്ക് ഒന്നും ചെയ്യാത്ത പിണറായി ഗവൺമെന്റിന്റെ ധിക്കാര നടപടികളിലെ താക്കീതാണ് ജനങ്ങൾ തോന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ദിവ്യ, വളരെ ആവേശത്തിൽ തന്നെയാണ് എല്ലാ ആളുകളും ഉള്ളത്. അകത്തേക്കായിരിക്കും. അല്ല വിജിനെ, വരുന്നവർക്കൊക്കെ ഈ സ്റ്റേഡിയത്തിനകത്ത് കയറാൻ പറ്റുമോ? എന്താണ് അവസ്ഥ? ഈ പുറത്ത് എവിടെയൊക്കെ ഈ വലിയ ബിഗ് സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണാനായി. സംശയമുണ്ട്. കാരണം ഏകദേശം ഗാലറി മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. മറ്റ് പന്തലിൽ സജ്ജീകരിച്ച ഭാഗങ്ങളൊക്കെ നേരത്തെ തന്നെ ഫുള്ളായതാണ്. അതിനുശേഷം പല വഴികളിലായി ആണ് ആളുകൾ ഇങ്ങനെ കയറി അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പന്തൽ കെട്ടിയ ഭാഗങ്ങളെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ശരി. വിജിനാണ് സെൻട്രൽ സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ആളുകളുടെ വലിയ ഒഴുക്ക്, ആ ഒഴുക്ക് ഇപ്പോഴും തുടരുകയാണ്. അല്പസമയം